സാർ, എങ്ങനെയാണ് നിരീശ്വരവാദം ഒരു നിരീശ്വര മതമായിട്ട് മാറിയിരിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നിരീശ്വരവാദം സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടം വലം പരിശോധിക്കാതെ ഇത് എല്ലാവരും അംഗീകരിക്കേണ്ട ലോകം മുഴുവനുള്ള ഒരു സർവ്വ സത്യമാണെന്നുള്ള മട്ടിലാണ് നിരീശ്വരവാദത്തെ പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികളെന്ന് അഭിമാനിക്കുന്നവർ പോലും ഇതിനകത്ത് ഉള്ള വാദഗതികൾ ശരിക്കും യുക്തിസഹമാണോ ശാസ്ത്രീയമാണോ എന്ന് പരിശോധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ചില മതവിശ്വാസങ്ങൾ പോലെ, അന്ധമായ ചില മതവിശ്വാസങ്ങൾ പോലെ ഇതെല്ലാവരും അങ്ങ് കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയായിട്ട്, ഒരു തത്വ സംഹിതയായിട്ട് മാറിയിരിക്കുന്നു. ഇന്ന് വാസ്തവത്തിൽ പല മതങ്ങളെക്കാളും അന്ധത നിരീശ്വരവാദത്തിനുണ്ട്. യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത അനേക കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രായത്തെ കണക്കാക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റിംഗ് ടെക്നിക്കൊന്നും ഇവർക്ക് ലഭ്യമല്ല. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ള മട്ടിൽ ആധികാരികമായിട്ടെന്ന് ഭാവിച്ചങ്ങ് പറയുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ കാര്യങ്ങളിലും സത്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാർബൺ ഡേറ്റിംഗ് എന്നും പറഞ്ഞൊരു ഡേറ്റിംഗ് ടെക്നിക്കുണ്ട്. ഒരു ജീവി മരിച്ചു കഴിഞ്ഞതിൻ്റെ അവശിഷ്ടം കിട്ടിയാൽ മരിച്ചിട്ട് എത്ര വർഷമായെന്ന് കണക്കാക്കാനുള്ള ടൂളാണ്. പക്ഷേ കാർബൺ ഡേറ്റിംഗ് വെച്ച് ഒരു ജീവി മരിച്ചിട്ട് 50,000-ൽ കൂടുതൽ വർഷമായാൽ അതിൻ്റെ പ്രായം നിർണ്ണയിക്കാനായിട്ട് പറ്റത്തില്ല, ശാസ്ത്രീയമായിട്ട് തന്നെ പറ്റില്ല. പക്ഷേ നമ്മൾ സാധാരണ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ കാർബൺ ഡേറ്റിംഗ് വെച്ച് കണ്ടുപിടിച്ചതാണ്, ഇത് വളരെ കൃത്യമാണ്, പ്രപഞ്ചത്തിൻ്റെ ഏജിനെക്കുറിച്ച് പോലും ചിലർ പറയാനായിട്ട് ധൈര്യപ്പെട്ട് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ഒരു മതത്തെക്കാളും മോശമായ അവസ്ഥയിലാണ് ശാസ്ത്രം ഇവരുടെ കുത്തകയാണെന്നാണ് പറയുന്നത് എന്നുള്ള മട്ടിൽ. ഞങ്ങളാണ് ശാസ്ത്രം, ഞങ്ങളാണ് ശാസ്ത്രത്തിന്റെ പ്രചാരകം എന്ന് പറയുന്നത്. ഇവിടെ ഈ രവിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു മൂവ്മെന്റ്, ഒരു മതം എന്നതിലപ്പുറത്തേക്ക് അത് വളരുകയാണ്. അതെ, ഒരു പക്ഷെങ്കിൽ രവീന്ദ്രൻ ആ മതത്തിന്റെ ദൈവമായിട്ട് മാറി, നിരീശ്വരവാദം അതിന്റെ ആധികാരിക ഗ്രന്ഥവും അല്ലെങ്കിൽ ആധികാരിക തത്വങ്ങളുമായ ഒരവസ്ഥയിലാണ് ഇന്ന്. അതെ അതെ.